ബാക്ക് മിസ്റ്റർ ഫോറക്സ്. അപ്പോൾ നമ്മളിന്ന് ICT ലേണിംഗ് സീരീസിൻ്റെ പുതിയ എപ്പിസോഡാണ്. എന്താണ് ഒപ്റ്റിമൽ ട്രേഡിംഗ് സോൺ, അതുപോലെ തന്നെ എന്താണ് ഒപ്റ്റിമൽ ട്രേഡൽ എൻട്രി. ഓക്കെ, അപ്പോൾ ഒപ്റ്റിമൽ ട്രേഡിംഗ് സോൺ അഥവാ OTZ, അതുപോലെ തന്നെ OTE, ഈ ഒരു രണ്ട് കാര്യം, അതായത് ഒപ്റ്റിമൽ ട്രേഡിംഗ് സോൺ കണ്ടെത്തി ഒപ്റ്റിമൽ ട്രേഡ് എൻട്രി പുഷ് ചെയ്യുക. ഓക്കെ, അതായത് ഈ ഒരു കാര്യം, അതായത് OTE എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ്, ICTയിൽ OTE എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് കുറച്ചധികം വിൻ റേറ്റ് കൂടിയ ഒരു കൺസെപ്റ്റാണ്. കാര്യം നമുക്ക് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇപ്പം ഇവിടെ യൂസ് ചെയ്യുന്ന മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഫിബാണ്. ഓക്കെ, ഫിബ് യൂസ് ചെയ്തുകൊണ്ട് മാർക്കറ്റിൻ്റെ ആ ഒരു കണ്ടിന്യൂവേഷൻ എടുക്കുക എന്നുള്ളതാണ്. കണ്ടിന്യൂവേഷൻ എടുത്തുകൊണ്ട് ടാർഗറ്റ് എടുക്കുക, ആ ഒരു രീതിയാണ് കാര്യം. ഇവിടെ ഈ ഒരു ഒപ്റ്റിമൽ ട്രേഡ് എൻട്രി നമ്മൾ എടുക്കുമ്പോൾ അവിടെ നമ്മൾ ഒന്നിലധികം കാര്യങ്ങൾ നമ്മൾ നോക്കാറുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ ആ കാര്യങ്ങളെല്ലാം ഒരു തരത്തിലൊരു കൺഫർമേഷനാണ്. അപ്പം അത്രയും വിൻ റേറ്റ് കൂടിയ ഒരു എൻട്രിയാണ്. അപ്പം ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താണ് ICT ഒപ്റ്റിമൽ ട്രേഡിംഗ് സോൺ, അതുപോലെ തന്നെ ഒപ്റ്റിമൽ എൻട്രി എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഫസ്റ്റ് കാര്യം, നമ്മളിവിടെ കുറച്ചധികം കാര്യങ്ങളൊക്കെ കാണും. ഫിബ് യൂസ് ചെയ്തുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണാം. ഒരു സ്റ്റോപ്പ് ലോസ് കാണുന്നുണ്ട്, ബൈ കാണുന്നുണ്ട്, ഫസ്റ്റ് ടാർഗറ്റ് കാണുന്നുണ്ട്, സെക്കൻഡ് ടാർഗറ്റ് കാണുന്നുണ്ട്, അതുപോലെ തന്നെ തേർഡ് ടാർഗറ്റ് കാണുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കുറച്ചധികം കാര്യങ്ങൾ നമ്മളിവിടെ കാണുന്നുണ്ട്. അതായത് ഇവിടെ ഈ ഫിബ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ നമുക്ക് 0 ആണ്. അപ്പോൾ നമ്മൾ ഫിബ് യൂസ് ചെയ്യുന്നത്, പക്ഷേ ഇതൊക്കെ എന്താണ്, അതായത് OTEയിൽ ഇത് എന്താണ്, എന്തൊക്കെയാണ് എന്ന് നമ്മൾ അറിയണം. അപ്പോൾ ഇവിടെ കുറച്ചധികം കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. ഇത് ഇതുപോലൊക്കെ തന്നെ ആണ്. ഓക്കെ, പക്ഷേ ഇത് യൂസ് ചെയ്യുന്നതിന് ഒരു രീതി ഉണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ പറയുവാണെങ്കിൽ ഇവിടെ ഈ 0 ഓക്കെ, ഈ 0 എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് പ്രോഫിറ്റ് സ്കെയിലാണ്. ഓക്കെ, അതുപോലെ തന്നെ 0.5 എന്ന് പറയുമ്പോൾ ഒരു ഇക്വിലിബ്രിയം വരും. അതുപോലെ തന്നെ 0.62 OT ലെവൽ 1, അതുപോലെ തന്നെ 705 OT ലെവൽ 2, അതുപോലെ തന്നെ 79 നമുക്കൊരു ഒപ്റ്റിമൽ ട്രേഡ് എൻട്രി. അതുപോലെ തന്നെ 1 എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് കാണാം 1 എന്ന് പറയുമ്പോൾ അത് 100% റിട്രേസ്മെൻറ്റ് ലെവലാണ്. അതുപോലെ തന്നെ -0.5 എന്ന് പറയുമ്പോൾ ഒരു ഫസ്റ്റ് ടാർഗറ്റ്, അതുപോലെ തന്നെ -1 സെക്കൻഡ് ടാർഗറ്റ്, അതുപോലെ തന്നെ -2 സിമെട്രിക്കൽ പ്രൈസ്. അങ്ങനെ കുറച്ചധികം, അതായത് ഫിബിലെ ഓരോ അക്കങ്ങളും ഓരോ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ യൂസ് ചെയ്യാമെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് വൺ, ഒപ്റ്റിമൽ ട്രേഡ് എൻട്രിയിൽ നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ നോക്കണം. ഓക്കെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ നോക്കുക, നല്ല എൻട്രി എടുക്കുക. ഓക്കെ, അപ്പം സ്റ്റെപ്പ് 1 എന്ന് പറയുമ്പം ഫസ്റ്റ് നമുക്ക് അനലൈസ് ചെയ്യണം, ഫേസ് അനലൈസ് ചെയ്യണം, ട്രെൻഡ് അനലൈസ് ചെയ്യണം, അങ്ങനെ കുറച്ച് കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം ട്രേഡ് എക്സിക്യൂഷനാണ്. അതുപോലെ തന്നെ സ്റ്റെപ്പ് 3 എന്ന് പറയുമ്പോഴത്തേക്കും ട്രേഡ് മാനേജ്മെൻറ്റാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ മൂവ് ചെയ്ത് നമുക്ക് പോവാം. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ഇന്ന് ഇപ്പോൾ OTE മാർക്കറ്റ് സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫെയർ വാല്യൂ ഗ്യാപ്സുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹയർ ടൈം ഫ്രെയിമിൽ കീ ലെവൽസ് നോക്കി നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാര്യം നിങ്ങൾ അറിയേണ്ടത് ഒരു കീ സ്ട്രക്ചർ ലെവൽസ്, ഓക്കെ, പ്രൈസ് സ്വിങ്സ് കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പം വീക്ക്ലിയിലാണെങ്കിലും ഡെയിലിയിലാണെങ്കിലും 4 ഹവറിൽ അല്ലെങ്കിൽ 1 ഹവറിൽ ഓക്കെ നിങ്ങൾക്ക് കീ ലെവൽസ് കണ്ടെത്താം. ഈ കീ ലെവൽസ് എന്തിനാണ് കണ്ടെത്തുന്നത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. കാര്യം ഇപ്പം നിങ്ങളിപ്പം നെക്സ്റ്റ് കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പം ഇതുമായിട്ട് എന്തോ ബന്ധമെന്ന് ചിലപ്പോൾ ചോദിക്കും. പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പം ഒരു 4 ഹവറിലാണ്. 4 ഹവറിൽ ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റി നടന്നിട്ടുണ്ട്. എന്തുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റി നടന്നു? അതായത് ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം ഇവിടുന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ പമ്പ് ചെയ്ത് ഫെയർ വാല്യൂ ഗ്യാപ്പും തന്ന് നല്ല രീതിയിൽ മുകളിലോട്ട് കയറി പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റി നടന്നു എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതാ 1 2 ഫെയർ വാല്യൂ ഗ്യാപ്സ് കാണാം. സ്ട്രോങ് ആണ്, ഇവിടെയും സ്ട്രോങ് ആണ്. അപ്പോൾ ഇവിടെയൊക്കെ എന്ത് നടന്നിട്ടുണ്ട്? സ്മാർട്ട് മണി വർക്കായിട്ടുണ്ട്. ഓക്കെ, അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റി നടന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ്, അതായത് നമ്മൾ ഈ OTEയിൽ നമ്മൾ ബേസ് തൊട്ട് ആ ഒരു അഡ്വാൻസ് ലെവൽ വരെ പോകും. അപ്പോൾ ഇവിടെ നമ്മൾ ഇമ്പൾസീവ് മൂവ്മെൻറ്റ്, അതുപോലെ തന്നെ കറക്ഷൻ എന്താണ് നമ്മൾ അറിയണം. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും എന്താണ് ഈ ഒരു മൂവ്മെൻറ്റ്, അതുപോലെ തന്നെ ഈ ഒരു മൂവ്മെൻറ്റ്, ഈ ഇത്രയും മൂവ്മെൻറ്റിൽ മാർക്കറ്റിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് നിങ്ങൾക്ക് കാണാം. എന്ന് വെച്ചാൽ നല്ല ഡിസ്റ്റൻസ് മൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്യാൻഡിൽസൊക്കെ നല്ല ബിഗ് ബോഡിയാണ്. ഓക്കെ, നല്ല ബിഗ് ബോഡിയാണ്. അതുപോലെ തന്നെ എല്ലാം സെയിം കളേർഡ് ക്യാൻഡിൽസാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് കാണുവാണെങ്കിൽ നമുക്കതൊരു ഇമ്പൾസീവ് മൂവ്മെൻറ്റാണെന്ന് പറയാം. ഓക്കെ, ഈ രീതിയിൽ, അതായത് മാർക്കറ്റ് ഇപ്പോൾ ഒരു അപ് ട്രെൻഡ് എടുക്കുവാണെങ്കിൽ ഇപ്പോൾ ഹയർ ഹൈ
ഹയർ ലോ നിന്ന് വന്ന മാർക്കറ്റ് ആ ഒരു ഹയർ ലോ തൊട്ട് ആ ഒരു ഹയർ ഹൈ വരെ ഈ ഒരു രീതിയിൽ നല്ല ഗ്രേറ്റർ ഡിസ്റ്റൻസ് നിന്ന് നല്ല ബിഗ് ബോഡി ആയിട്ട് സെയിം കളറായിട്ട് പോയാൽ നമുക്ക് പറയാം അതൊരു ഇമ്പൾസീവ് മൂവ്മെൻ്റ് ആണ് എന്ന് നമുക്ക് പറയാം. ഇനി നെക്സ്റ്റ് കാര്യം കറക്റ്റീവ് മൂവ്മെൻറ്റ്. അപ്പോൾ ഇമ്പൾസീവും കറക്റ്റീവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇവിടെ നോക്കുവാണെങ്കിൽ കുറച്ച് ഇൻഡിസിഷൻ ക്യാൻഡിൽസ് കാണാം. ഈ ഒരു 3 ഭാഗവും കറക്റ്റീവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇൻഡിസിഷൻ ക്യാൻഡിൽസ് കാണാം, മിക്സഡ് കളേർഡ് ക്യാൻഡിൽസ് കാണാം, സ്മാൾ ബോഡിയാണ്, സൈഡ് വേസ് വിക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കിവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് പറയാം അതൊരു കറക്റ്റീവ് മൂവ്മെൻ്റ് ആണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇമ്പൾസീവ് എന്താണ്, കറക്റ്റീവ് എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പം എന്തിനാണ് ഇതൊക്കെ നമ്മൾ നോക്കിയത് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു എൻട്രി ഇപ്പോൾ ബൈ സൈഡിലോട്ടാണെങ്കിൽ ഓക്കെ ആ ഒരു കറക്ഷൻ കഴിഞ്ഞിട്ട് ആ ഒരു മുകളിലോട്ടുള്ള ആ ഒരു എൻട്രിയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അല്ലാണ്ട് മാർക്കറ്റ് കറക്ഷൻ തരുമ്പം മുകളിലോട്ടുള്ള എൻട്രി അല്ല വേണ്ടത്, അത് സ്റ്റോപ്പ് ലോസിലോട്ട് മൂവ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ എൻട്രി എടുക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ അത് ക്ലിയർ ചെയ്യാം. ഓക്കെ, എങ്ങനെ ക്ലിയർ ചെയ്യാം എന്നുള്ള കാര്യം പറഞ്ഞുതരാം. അപ്പം നമുക്ക് ആ ഒരു ബൈ എൻട്രി ഇപ്പോൾ അപ്പ് സൈഡിലോട്ടാണെങ്കിൽ മാർക്കറ്റിൻ്റെ ട്രെൻഡൊക്കെ അപ്പ് സൈഡാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കും, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ ബൈ എടുക്കാം, നമുക്ക് ഇവിടെ ബൈ എടുക്കാം. ഇവിടെ ബൈ എടുത്താൽ നമ്മൾ ആ ഒരു നമ്മളുടെ ഒരു വ്യൂവിനനുസരിച്ച് മാർക്കറ്റ് മൂവ് ചെയ്യും. ഓക്കെ, അതായത് നമുക്ക് എൻട്രി വേണ്ടത് ഈ സൈഡിലൊക്കെ ആയിട്ടാണ്, ഇവിടെയൊക്കെ ആയിട്ടാണ്, ഈ ബൈ കൊടുത്തേക്കുന്നിടത്തായിട്ടാണ് നമുക്ക് എൻട്രി വേണ്ടത്. അതാണ് ഇമ്പൾസീവ് മൂവ്മെൻറ്റ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് കാര്യം നമുക്ക് നോക്കാനുള്ളത് ഇവിടെ പ്രൈസ് ഈസ് ഹൈ ആൻഡ് മേ കറക്റ്റ്. അതായത് നല്ലൊരു മൂവ്മെൻറ്റ്, ഇമ്പൾസീവ് മൂവ്മെൻറ്റ് തന്നതിന് ശേഷം മാർക്കറ്റ് ഒരു കറക്ഷൻ തരും. ഓക്കെ, ഒരു കറക്ഷൻ തരും. അപ്പോൾ നമുക്ക് മനസ്സിലാവും, ആ ഒരു കറക്ഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ട് മാർക്കറ്റിൻ്റെ ആ ഒരു ഇമ്പൾസീവ് മൂവ്മെൻറ്റ് നിന്നത് കൊണ്ടാണ് അവിടെ ഒരു കറക്ഷൻ സ്റ്റാർട്ടായതെന്ന്. അതായത് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത മാർക്കറ്റ് ഇവിടെ വന്ന് ആ ഒരു കറക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അതായത് ഇമ്പൾസീവ് മൂവ്മെൻറ്റ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇവിടുന്ന് ഒരു കറക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് എൻട്രി വേണം. ഓക്കെ, നല്ല എൻട്രി വേണം, സ്റ്റോപ്പ് ലോസ് ഡി എൽ എന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഫേസ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വന്ന് മാർക്കറ്റ് ആ ഒരു ഇമ്പൾസീവ് മൂവ്മെൻറ്റ് കഴിഞ്ഞു. ഇനി മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ എവിടെയെങ്കിലും ആയിട്ട് മാർക്കറ്റ് വന്ന് റീട്രേസ് ചെയ്ത് മുകളിലോട്ട് പോകും. ഓക്കെ, അതായത് ഒരു കറക്ഷൻ തന്നതിന് ശേഷം മുകളിലോട്ട് പോകും. അതെങ്ങനെ നമുക്ക് ക്ലിയർ ആയിട്ട് എടുക്കാം എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, അതായത് മറ്റൊരു കാര്യം പറഞ്ഞാൽ ഇവിടുന്ന് മാർക്കറ്റ് വന്നിട്ട് ഇവിടുന്ന് റീട്രേസ് ചെയ്ത് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് മുകളിലോട്ട് പോകും. ഇനി ഇവിടുന്ന് മാർക്കറ്റ് ഇറങ്ങി ഈ ഒരു ലെവലിനെ, അതായത് ഈ ഒരു ഇമ്പൾസീവ് മൂവ്മെൻറ്റ് തുടങ്ങി ഈ ഒരു ലെവലിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ അവിടെ എന്താണ്, ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഉണ്ടാവും. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ്, അതായത് നമ്മളിപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ടൈമൊക്കെ ട്രേഡ്സുകൾ എടുക്കുമ്പം ഇതുപോലൊക്കെ നമുക്ക് പറ്റാറുണ്ട്. അതായത് ഇവിടെ മാർക്കറ്റ് ഇങ്ങനെ വന്നു, റീട്രേസ് ചെയ്തതിന് ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നു. ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറൊക്കെ തരുമ്പോൾ കുറച്ചധികം ആൾക്കാരൊക്കെ മാർക്കറ്റ് ഒരു മുകളിലോട്ടൊരു എൻട്രി പുഷ് ചെയ്യും. ഓക്കെ, അതായത് ഈ ഒരു ലെവലിൽ നിന്നൊക്കെ മാർക്കറ്റ് മുകളിലോട്ട് പുഷ് ചെയ്യും. അങ്ങനെ പുഷ് ചെയ്യുമ്പോൾ നമുക്ക് മിക്കപ്പോഴും സംഭവിക്കുന്ന കാര്യം, എല്ലാ ബിഗിനേഴ്സിനും സംഭവിക്കുന്ന കാര്യമോ, മാർക്കറ്റ് സ്റ്റോപ്പ് ലോസ് അടിച്ചതിന് ശേഷം മാർക്കറ്റ് മുകളിലോട്ട് ആ ഒരു ഇമ്പൾസീവ് മൂവ് തന്ന് പോകുന്ന കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പം ഫസ്റ്റ് കാര്യം, നമ്മളിവിടെ ഈ ഒരു ഇമ്പൾസീവ് മൂവ്മെൻറ്റ് വാച്ച് ചെയ്ത് ഓക്കെ നമുക്ക് മനസ്സിലായി. ദെൻ മാർക്കറ്റ് ഇവിടെ നിന്നൊരു കറക്ഷൻ തന്നു തുടങ്ങി. അങ്ങനെ തന്നു തുടങ്ങിയെങ്കിൽ നമുക്ക് എങ്ങനെ ആ ഒരു എൻട്രി പുഷ് ചെയ്യാം? നമ്മൾ ജസ്റ്റ് നേരെ പോയി ഫിബ് എടുക്കുക. ഓക്കെ, ഫിബിനാച്ചിന്ന് നമ്മൾ ഈ ഒരു ലെവൽസൊക്കെ വെച്ചിട്ട് എന്താണ് ഈ ഒരു സ്റ്റാർട്ട് മുതൽ ഈ ഒരു എൻഡ് വരെ നമ്മൾ ഫിബ് വെക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറച്ചധികം ലെവൽസൊക്കെ കാണാം. 0.0, അതുപോലെ 50%, 61.8, അതുപോലെ 78.6, അതുപോലെ തന്നെ 1. അപ്പോൾ ഓരോ ലെവൽസിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയാം. അതായത് ഇവിടെ വന്ന മാർക്കറ്റിൽ നമുക്ക് എവിടെ നിന്നാണ് ഒരു എൻട്രി? ഓക്കെ, അതായത് ഇവിടെ നിങ്ങൾക്ക് ഒരു എന്തൊക്കെ കാണാം, ഇവിടെ ആണെങ്കിൽ ഒരു FEGയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം പലരും പല രീതിയിലൊക്കെയാണ് എൻട്രി പുഷ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ചും കൂടി കറക്റ്റായിട്ട് എങ്ങനെ ഒരു എൻട്രിയിൽ എത്താമെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ 2 ലെവൽസ് ഉണ്ട്. അതായത് 61.8, അതുപോലെ തന്നെ 78.6. ഈ ഒരു ലെവല് നമ്മൾ ഒപ്റ്റിമൽ ട്രേഡിംഗ് സോണായിട്ട് എടുക്കും. എന്താണ് ഒപ്റ്റിമൽ ട്രേഡിംഗ് സോണായിട്ട് എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഏത് ലെവലാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് കാണാം. ഒപ്റ്റിമൽ ട്രേഡിംഗ് സോണായിട്ട് നമ്മൾ ഈ ഒരു ലെവൽ എടുക്കും. മാർക്കറ്റ് വന്ന് റീട്രേസ് ചെയ്യുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാം.
ഓക്കെ, അങ്ങനെ നമ്മളൊരു എൻട്രി പുഷ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടാർജറ്റായിട്ട് എവിടെ വെക്കാം? ഈ ഒരു 0.0 വെക്കാം. ഇനി നെക്സ്റ്റ് സേഫായിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഒപ്റ്റിമൽ ട്രേഡിംഗ് സോണിന് തൊട്ട് താഴെയായിട്ട് വെക്കാം. പക്ഷേ മോർ ബെറ്റർ ഇവിടെ ആയിട്ട് വെക്കുന്നതായിരിക്കും. ഓക്കെ, ചിലപ്പോൾ ചില ടൈമിലൊക്കെ മാർക്കറ്റ് ആ ഒരു 1-ൽ വന്ന് 100% റീട്രേസ് ചെയ്യുന്നതൊക്കെ ചിലപ്പോൾ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ മോർ ബെറ്റർ മാർക്കറ്റിൽ ഈ ഒരു 61.8 അതുപോലെ തന്നെ 78.6 ഈ ഒരു ലെവലിൽ ഒപ്റ്റിമൽ ട്രേഡിംഗ് സോണായിട്ട് എടുക്കുക. മാർക്കറ്റ് വന്ന് റീട്രേസ് ചെയ്യുമ്പോൾ നമുക്ക് എൻട്രി പുഷ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ നമ്മളുടെ എൻട്രി ഏകദേശം ഈ ഒരു ലെവലിൽ നിന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ കാണാം, നമ്മൾ നേരത്തെ പറഞ്ഞ് ഇപ്പോൾ ഇവിടെ നിന്ന് എൻട്രി എടുക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും? സ്റ്റോപ്പ് ലോസ് അടിക്കും. നേരെ മറിച്ച് ഈ ഒപ്റ്റിമൽ ട്രേഡിംഗ് സോൺ ഈ ഒരു റേഞ്ചിൽ, അതായത് ഇവിടെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ എന്ത് വേണം? ഇവിടെ ലിക്വിഡിറ്റി വേണം. ഓക്കെ, എപ്പോഴും മാർക്കറ്റ് ആ ഒരു ലിക്വിഡിറ്റി എടുത്തിട്ടായിരിക്കും പമ്പ് ചെയ്ത് പോകുന്നത്. കാര്യം ലിക്വിഡിറ്റിയാണ് മാർക്കറ്റിൻ്റെ ഫ്യൂവല്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റി കൂടി എടുത്തിട്ട് ഈ ഒപ്റ്റിമൽ ട്രേഡിംഗ് സോണിൽ ലിക്വിഡിറ്റി ഉണ്ടെങ്കിൽ അതെടുക്കും, മാർക്കറ്റ് പമ്പ് ചെയ്യും. എല്ലായിടത്തും ലിക്വിഡിറ്റി കാണണം എന്നില്ല. ഓക്കെ, അതുകൊണ്ട് മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റി എടുക്കും. ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം ഈ ഒരു ഒപ്റ്റിമൽ ട്രേഡിംഗ് സോണിൽ വന്ന് ടാപ്പ് ചെയ്ത് ഈ ഒരു ലെവലിൽ മാർക്കറ്റ് റീട്രേസ് ചെയ്ത് മാർക്കറ്റ് ആ ഒരു പ്രോഫിറ്റ് ഹിറ്റ് ചെയ്യും. അപ്പോൾ പ്രോഫിറ്റ് എവിടം വരെ വെക്കണമെന്നുള്ള കാര്യം ഞാൻ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മുന്നോട്ട് പോകുമ്പം ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ദെൻ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ ഒരു സ്വിംഗ് ലോ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ ഒരു സ്വിംഗ് ലോയ്ക്ക് താഴെയായിട്ട് വെക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഓക്കെ, കാര്യം നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ, അതായത് ജസ്റ്റ് മാർക്കറ്റ് ആ ഒരു സ്റ്റോപ്പ് ലോസ് തട്ടി ഇങ്ങനെ സ്റ്റോപ്പ് ലോസിൽ തട്ടി ഹിറ്റ് ചെയ്തതിന് ശേഷം മുകളിലോട്ട് പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ കാണേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഏറ്റവും ബെറ്റർ ഈ ഒരു റേഞ്ചിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് ഒപ്റ്റിമൽ ട്രേഡിംഗ് സോൺ ഏരിയ എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ കുറച്ചുകൂടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അനലൈസ് ഫേസ്, അതുപോലെ തന്നെ ട്രേഡ് എക്സിക്യൂഷൻ, അതുപോലെ തന്നെ ട്രേഡിംഗ് മാനേജ്മെൻറ്റ്, ഇതൊക്കെ എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൊണ്ടുപോകാം. ഓക്കെ, നമ്മൾ നോക്കേണ്ട കാര്യം മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഫസ്റ്റ് ടൈമിൽ നമ്മൾ നോക്കുന്ന, അതായത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി ഞാൻ ഒന്നുകൂടി ഒരു ട്രേഡ് എടുക്കുമ്പോൾ എങ്ങനെ എടുക്കണം എന്നുള്ളൊരു രീതി പറഞ്ഞു തരുക. ഓക്കെ, കാര്യം ക്ലിയർ ആയിരിക്കണം. ഫസ്റ്റ് വൺ മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുക. നമ്മൾ നോക്കി മാർക്കറ്റ് ഹൈ തന്നു, ലോ തന്നു, ഹൈ തന്നു, ലോ തന്നു, ഹൈ തന്നു, ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, 2 ബ്രേക്ക് ഓഫ് സ്ട്രക്ചറൊക്കെ കാണാം. ഇങ്ങനെ കയറി വരുന്ന മാർക്കറ്റ് ഇമ്പൾസീവ് മൂവ്മെൻ്റ് ഒക്കെ തന്നു. ഇമ്പൾസീവ് മൂവ്മെൻറ്റ് നമ്മൾ തന്നു, നമ്മൾ അപ്പം തന്നെ ഒരു ഫിബ് എടുത്തിട്ട് ഒപ്റ്റിമൽ ട്രേഡിംഗ് സോൺ കണ്ടെത്തി അങ്ങനെ ഒരു എൻട്രി എടുക്കാൻ നിൽക്കരുത്. അതിന് മുമ്പും കൂടി നമ്മളൊരു കാര്യം നോക്കണം. ഈ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്ത ആ ഒരു ഏരിയ എന്തെങ്കിലും സപ്ലൈ എങ്ങാണോ ഉള്ള ലെവലാണോ എന്ന് നോക്കുക. ഓക്കെ, ഒരു ഡിമാൻഡ് സോണാണോ, അങ്ങനെയുള്ള കാര്യം നോക്കൂ. ഇനി അതിന് മുമ്പ് ആ ഒരു പ്രൈസിൽ സ്മാർട്ട് മണി വർക്ക് ആയിട്ടുണ്ടോ എന്നൊക്കെ നോക്കുക. അങ്ങനെ വർക്ക് ആയിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഫിബ് വെച്ചിട്ട് കാര്യമില്ല. മാർക്കറ്റ് വളരെ പെട്ടെന്ന് തന്നെ ഇറങ്ങി താഴോട്ട് മൂവ് ചെയ്യും. അപ്പം നമ്മൾ ആ ട്രെൻഡിനനുസരിച്ച് ഒരു കറക്ഷൻ തരുമ്പോൾ ആ ഒരു നെക്സ്റ്റ് കണ്ടിന്യൂവേഷൻ, മുകളിലോട്ടുള്ള ഒരു കണ്ടിന്യൂവേഷൻ, അല്ലെങ്കിൽ ബിയറിഷ് സൈഡിലോട്ടുള്ള, ബിയറിഷ് മാർക്കറ്റ് ആണെങ്കിൽ ബിയറിഷ് സൈഡിലോട്ടുള്ള ആ ഒരു കണ്ടിന്യൂവേഷൻ കിട്ടാൻ വേണ്ടി ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം, മാർക്കറ്റ് മുകളിലോട്ട് കയറി വന്നിട്ട് മാർക്കറ്റ് വന്ന് നിന്ന് ടാപ്പ് ചെയ്ത അല്ലെങ്കിൽ റെസ്പെക്റ്റ് ചെയ്തേക്കുന്ന ഏരിയ എങ്ങനത്തുള്ള ഏരിയ ആണെന്ന് കൂടി നോക്കുക. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ അതൊരു കീ ലെവലാണ്. ഒരു കീ ലെവലാണെങ്കിൽ മാർക്കറ്റ് അവിടെ വന്ന് റെസ്പെക്റ്റ് ചെയ്യുന്നത് മാർക്കറ്റ് റിവേഴ്സ് ആവാനായിരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള ലെവലിൽ നിന്ന് മാർക്കറ്റ് ഇറങ്ങി വരുമ്പോൾ ഇതുപോലെ ഫിബ് യൂസ് ചെയ്തുകൊണ്ട് എൻട്രി എടുക്കാൻ നിൽക്കൽ മാർക്കറ്റ്, അതായത് OTE അല്ലെങ്കിൽ OTZ അവിടെ ആ ടൈമിൽ വർക്ക് ആവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം ഈ ഒരു സപ്ലൈ ഒക്കെ അല്ലെങ്കിൽ കുറച്ച് മുകളിലോട്ടാണോ എന്ന് നോക്കുക. നിങ്ങൾ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഈ ഒരു റേഞ്ചിലായിട്ട് സപ്ലൈ ഏരിയ, അങ്ങനെ മുകളിലായിട്ട് സപ്ലൈ ഏരിയ ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? മാർക്കറ്റ് നെക്സ്റ്റ്, അതായത് ഇപ്പോൾ ഇവിടം വരെ വന്ന മാർക്കറ്റ് ഒരു റീട്രേസ്മെൻറ്റ് താഴോട്ട് തരുക. അങ്ങനെ തരുവാണെങ്കിൽ നമ്മൾ OTE എൻട്രി എടുക്കുക. ഓക്കെ, നമ്മൾ പഠിച്ച കൺസെപ്റ്റും കാര്യങ്ങളും വെച്ച് നമ്മളൊരു OTE എൻട്രി എടുക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ നിന്ന് ഈ ഒരു റേഞ്ച് വരെ മൂവ് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നോക്കുക. ഓക്കെ, അതായത്
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ലെവലിലൊക്കെ ആയിട്ട് സപ്ലൈ ഒരു ഡിമാൻഡോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു എൻട്രി നമ്മൾ, അതായത് പിന്നീട് നമ്മൾ ഈ ഒരു റേഞ്ചിൽ ഫിബ് വെച്ച് എൻട്രി എടുക്കില്ലേ, കുറച്ചധികം മുകളിലോട്ടാണെങ്കിൽ മാർക്കറ്റ് അത്രത്തോളം മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ആ ഒരു ഫിബ് യൂസ് ചെയ്ത് മാർക്കറ്റ് വന്ന് റീട്രേസ് ചെയ്യുമ്പോൾ, നമ്മൾ പറഞ്ഞ ഒരു ലെവൽസിൽ റീട്രേസ് ചെയ്യുമ്പോൾ എൻട്രി എടുത്താൽ മാർക്കറ്റ് ഈ ഒരു ലെവൽ വരെ പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. കാര്യം മാർക്കറ്റിനെ റെസ്പെക്റ്റ് ചെയ്യുന്നത് ഈ ഒരു സപ്ലൈ ഏരിയയിലായിരിക്കും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ കുറച്ച് ലോജിക്ക് കൂടി യൂസ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു, നമ്മളിപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞു? ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ മുകളിൽ കീ ലെവൽസിൻ്റെ ഉണ്ടോ എന്ന് നോക്കണം, അത് ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞു. നെക്സ്റ്റ് കാര്യം, മാർക്കറ്റ് വന്നു, മാർക്കറ്റ് റീട്രേസ് ചെയ്യാൻ പോവുക. അതായത് ഇമ്പൾസീവ് മൂവ്മെൻറ്റ് കഴിഞ്ഞു, മാർക്കറ്റ് കുറച്ച് അവിടെ നിന്ന് ഇങ്ങനെ താഴോട്ടിറങ്ങി നമ്മൾ ഫിബ് എടുക്കുന്നു. എടുത്തതിന് ശേഷം എന്ത് ചെയ്യുന്നു? ഇതുപോലെ ഈ കാണുന്ന പോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്യുന്നു. നമുക്കറിയാം ഈ ഒരു റേഞ്ചിലൊക്കെ ആയിട്ടാണ് OTE എൻട്രി. OTE എൻട്രിക്ക് ചാൻസ് ഉള്ളത് ഈ ഒരു ഏരിയയിലായിട്ടാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ മാർക്കറ്റ് റീട്രേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും. അതായത് ഈ ഒരു റേഞ്ചിലായിട്ട് നമുക്ക് റീട്രേസ്മെൻറ്റ് കിട്ടണം, അതായത് വന്ന് ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു കണ്ടിന്യൂവേഷൻ തരണം. അപ്പം നമ്മൾ എൻട്രി ഇവിടെ ആയിട്ടായിരിക്കും. നെക്സ്റ്റ് നമ്മളെ സ്റ്റോപ്പ് ലോസ് ഈ 1-ലായിരിക്കും. ഇനി നമ്മളെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിലായിരിക്കും, ഫസ്റ്റ് ടാർഗറ്റ്. അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ തന്നെ ഫസ്റ്റ് ടാർഗറ്റ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, കുറച്ചധികം കൂടി ഫിബിൽ വരുന്ന അക്കങ്ങൾ. ഇവിടെ നിങ്ങൾക്ക് -27%, അതുപോലെ തന്നെ -61% കാണാം. എക്സ്ട്രാ ആയിട്ട് കുറച്ചുകൂടി അക്കങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു റേഞ്ചിൽ നമുക്ക് ബൈ വെക്കാം, ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കാം, ഇവിടെ 0-യിൽ ഫസ്റ്റ് ടാർഗറ്റ് വെക്കാം, ഇവിടെ സെക്കൻഡ് ടാർഗറ്റ്, അതുപോലെ തന്നെ ഇവിടെ തേർഡ് ടാർഗറ്റ്. ഇതാണ് കറക്റ്റ് OTE എൻട്രിയുടെ ആ ഒരു മോഡൽ എന്ന് പറയുന്നത്. നമുക്കിനി ഇത് ഫെയർ വാല്യൂ ഗ്യാപ്സ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പം ഇവിടെ കാണിച്ചേക്കുന്നത് ബിയറിഷ് സൈഡാണ്. അപ്പം ബിയറിഷ് സൈഡിലും നമുക്ക് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന കാണാം ഫിബിൽ നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പം ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഈ ഒരു റേഞ്ചിലായിട്ട് റീട്രേസ്മെൻറ്റ് ലെവലാണ്. ഇവിടെ മറ്റ് ചില സംഖ്യകൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. 0.6 ഒക്കെ ഇവിടെ ഇല്ല. പക്ഷേ ഈ ഒരു ലെവലിലായിട്ട് നിങ്ങൾ ഈ ഒരു ഒപ്റ്റിമൽ ട്രേഡിംഗ് സോണിലായിട്ട് നിങ്ങളൊരു എൻട്രി പുഷ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ സ്റ്റോപ്പ് ലോസ് കറക്റ്റ് സെറ്റ് ചെയ്യുക. ഇവിടെ ആയിട്ട് വരും. ഇത് ബിയറിഷ് മാർക്കറ്റ് ആയതുകൊണ്ട് ഏകദേശം ഇവിടെ ആയിട്ട് വരും. ദെൻ ആ ഒരു ടാർഗറ്റും കാര്യങ്ങളും, ഇവിടെ ഫസ്റ്റ് ടാർഗറ്റ്, ദെൻ സെക്കൻഡ് ടാർഗറ്റ്, ഇവിടെ തേർഡ് ടാർഗറ്റ്, ആ രീതിയിൽ എൻട്രി പുഷ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒപ്റ്റിമൽ ട്രേഡ് എൻട്രി ഫെയർ വാല്യൂ ഗ്യാപ്സുമായിട്ട് എങ്ങനെ കമ്പൈൻ ചെയ്യാം എന്നുള്ളത്. നല്ല എൻട്രി കിട്ടും. കാര്യം എന്ന് വെച്ചാൽ പറഞ്ഞുതരാം. നമ്മളിവിടെ നോക്കുമ്പോൾ ഇവിടെ നമുക്കിവിടെ നിന്നൊരു ഇമ്പൾസീവ് മൂവ്മെൻറ്റ് കിട്ടി. ഇവിടെ നമുക്കൊരു ഇമ്പൾസീവ് മൂവ്മെൻറ്റ് കിട്ടി. പക്ഷേ നമ്മളിവിടെ നോക്കും, ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഇത്രയും ഫെയർ വാല്യൂ ഗ്യാപ്സ് കിടക്കുന്നു. മാർക്കറ്റ് ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റിയൊക്കെ റെസ്പെക്റ്റ് ചെയ്യാനും ചാൻസ് ഉണ്ട്. അപ്പം ഈ OTE എന്നുള്ള രീതിയിൽ എൻട്രി നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ നോക്കുമ്പോൾ ഇവിടെ അടുപ്പിച്ച് 2 ഫെയർ വാല്യൂ ഗ്യാപ്സ് ഉണ്ട്. മാർക്കറ്റ് മോർ ചാൻസ് ഈ ഒരു റേഞ്ചിലായിട്ട് ഒന്ന് റെസ്പെക്റ്റ് ചെയ്യാനാണ്. അത് മാർക്കറ്റിനെ കൂടുതൽ നമ്മൾ ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഫിബ് യൂസ് ചെയ്യുന്നു. ആ ഒരു ഫിബ് യൂസ് ചെയ്യുമ്പം ഏത് ഫെയർ വാല്യൂ ഗ്യാപ്പിലാണ് ആ ഒരു OTE ആ ഒരു OTE എൻട്രിക്ക് ചാൻസ് നോക്കും. അപ്പോൾ നമ്മളിവിടെ ഫിബ് വെക്കുവാണെങ്കിൽ കറക്റ്റ് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ഈ ഒരു റേഞ്ചിലായിട്ട് മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്കവിടെ ഒന്നിലധികം കൺഫർമേഷനായി നല്ല എൻട്രി പുഷ് ചെയ്യാൻ പറ്റും. മാർക്കറ്റ് നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കൂടി നമ്മൾ അനലൈസ് ചെയ്ത് നമ്മൾ ആ ഒരു എൻട്രി പുഷ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം മാർക്കറ്റ് ഈ രീതിയിൽ പമ്പ് ചെയ്ത് കയറിപ്പോകും. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടിയുണ്ട്. ആ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ മാർക്കറ്റ് തിരിച്ച് പണി തരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ രീതിയിൽ നിങ്ങൾക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പ് കൂടി യൂസ് ചെയ്തുകൊണ്ട് എൻട്രി എടുക്കാം. ഇനി നമ്മൾ നെക്സ്റ്റ് കാര്യം മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റുമായിട്ട് എങ്ങനെ ഈ OTE കമ്പൈൻ ചെയ്ത് എൻട്രി എടുക്കാം എന്നുള്ള കാര്യമാണ്. എങ്ങനെ ഈ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റുമായിട്ട് ഈ ഒരു OTE എൻട്രി കണക്ട് ചെയ്യുന്നതെന്നുള്ള കാര്യം നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ കാണാം മാർക്കറ്റ് ഇങ്ങനെ ഡൗൺ സൈഡിൽ ഇറങ്ങി വന്ന മാർക്കറ്റ് ഈ ഒരു റേഞ്ചിലെത്തിയപ്പം പുതിയൊരു ന്യൂ ലോവർ ലോ ക്രിയേറ്റ് ചെയ്യാൻ മാർക്കറ്റിന് പറ്റിയില്ല. മാർക്കറ്റ് ഫെയിലായതിനു ശേഷമോ മാർക്കറ്റ് ഇവിടെ നിന്ന് കറക്റ്റ് കയറി മുകളിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കിട്ടണം.
അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കാണാം, ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കാണാം. ഓക്കെ, ദെൻ മാർക്കറ്റ് മുകളിലോട്ട് കയറിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് താഴോട്ട് ഇറങ്ങിയിട്ട് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കൂടി തന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് റിവേഴ്സ് ആയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ റിവേഴ്സ് ആയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇല്ലേ, ഇവിടുന്ന് ഈ ഒരു സ്റ്റാർട്ട് മുതൽ ഈ ഒരു എൻഡ് വരെ നമ്മൾ എന്ത് യൂസ് ചെയ്യും, ഫിബ് യൂസ് ചെയ്യും. അങ്ങനെ ഫിബ് യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ യൂസ് ചെയ്യാം. മാർക്കറ്റ് ഈ ലെവലിൽ വന്ന് റീട്രേസ് ചെയ്യുമ്പോൾ നമുക്ക് മുകളിലോട്ട്, അതായത് അപ്പ് സൈഡിലോട്ട് എൻട്രി എടുക്കാം. ഇനി തിരിച്ചു വരുവാണെങ്കിലും ഇതുപോലെ തന്നെ. ഓക്കെ, ബിയറിഷ് ആണെങ്കിലും ഇനി ഡൗൺ സൈഡ് ആണെങ്കിലും നിങ്ങൾക്ക് ഈ രീതിയിൽ എൻട്രി പുഷ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ആ ഒരു ഡിമാൻഡ് ഏരിയ സപ്ലൈ ഏരിയയൊക്കെ ഒന്ന് നോക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് 2 ടൈം ഫ്രെയിം യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഈ ഒരു OTE എൻട്രി പുഷ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. 2 ടൈം ഫ്രെയിം എന്ന് പറയുമ്പോഴത്തേക്കും എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ 30 മിനിറ്റ്സിൽ, അതുപോലെ തന്നെ ഇപ്പോൾ 1 അവറിലാണെങ്കിൽ നമുക്ക് 50 മിനിറ്റ്സിലോട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് കൺഫർമേഷൻ എടുത്ത് എൻട്രി എടുക്കാം. ഇവിടെ നമ്മൾ കാണിച്ചേക്കുന്ന ഒരു 30 മിനിറ്റിലാണ്. ഓക്കെ, മാർക്കറ്റ് അപ്സൈഡിലോട്ട് മൂവ് ചെയ്ത് വന്ന മാർക്കറ്റിൽ നമ്മളിവിടെ നോക്കുമ്പോൾ 30 മിനിറ്റ്സിലാണ് ചാർട്ട് നമ്മൾ എടുത്തേക്കുന്നത്. 30 മിനിറ്റ്സിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടം വരെ മാർക്കറ്റിൻ്റെ ആ ഒരു ഇമ്പൾസീവ് മൂവ്മെൻ്റ് ആണ്. ഓക്കെ, നമ്മൾ ഇവിടം വരെ ഫിബിനാച്ചി യൂസ് ചെയ്തു. ഓക്കെ, യൂസ് ചെയ്തതിന് ശേഷം നമുക്കറിയാം റീട്രേസ്മെൻറ്റ് ലെവൽസ് നമുക്കറിയാം മാർക്കറ്റിൽ എവിടെയാണ് ആ OTZ എന്നുള്ളത്. അതായത് ഒപ്റ്റിമൽ ട്രേഡ് സോൺ എവിടെ, ഇതിനിടയിൽ വരുമെന്ന് നമുക്കറിയാം. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമ്മൾ നെക്സ്റ്റ് ഇതിനെ നമ്മൾ ജസ്റ്റ് 5 മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതായത് ഇവിടെ നമ്മൾ ഒപ്റ്റിമൽ ട്രേഡിംഗ് സോൺ കണ്ടെത്തിയതിന് ശേഷം ആ ഒരു ഒപ്റ്റിമൽ ട്രേഡിംഗ് സോൺ നമ്മൾ 5 മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്തു. ഓക്കെ, 5 മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഇറങ്ങി, ആ ഒരു 5 മിനിറ്റിലോട്ട് ഇറങ്ങി വന്ന് ആ ഒരു ഒപ്റ്റിമൽ ട്രേഡിംഗ് സോണിൽ വന്ന് ടാപ്പായതിന് ശേഷം എന്താ വേണ്ടത്, നമുക്ക് ആ ഒരു 5 മിനിറ്റിൽ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടണം. ഓക്കെ, അങ്ങനെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ആ ഒരു കിട്ടുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് എൻട്രി പുഷ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ഈ ഒരു സ്വിങ്ങിന് താഴെയായിട്ട് വെക്കാം. ഓക്കെ, അപ്പോൾ ആ രീതിയിലും നമുക്ക് എൻട്രികൾ പുഷ് ചെയ്യാം. അതുകൊണ്ട് OTZ ഉപയോഗിച്ച് എൻട്രി എടുക്കുന്ന പലവിധമാണ്. ഓക്കെ, ഈ രീതിയിൽ ഫെയർ വാല്യൂ ഗ്യാപ്സിൻ്റെ കാര്യമാണെങ്കിൽ നല്ല എൻട്രി കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെയൊക്കെ നമ്മൾ ഈ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കൂടി നോക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ കൺഫർമേഷൻ കിട്ടാനാണ്. അല്ലാണ്ട് മാർക്കറ്റ് ഇങ്ങനെ വന്നു 5 മിനിറ്റ്സിൽ ഇവിടെ നിന്ന് എൻട്രി പുഷ് ചെയ്താൽ മതി എന്ന് നോക്കിയാൽ മതിയല്ലോ നമുക്ക്. അപ്പം ഈ ഒരു കാര്യം ഓക്കെ, ഇവിടെ നമുക്ക് കാണാം ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയതിന് ശേഷം എൻട്രി എടുത്താൽ മതി. ആ എൻട്രി ആയിരിക്കും മോർ ബെറ്റർ. ഓക്കെ, അതുപോലെ തന്നെ നമ്മളിവിടെ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റിൻ്റെ കാര്യം പറഞ്ഞു. സ്ട്രക്ചർ ഷിഫ്റ്റ് വന്ന് എങ്ങനെ എൻട്രി എടുക്കുക എന്നുള്ള കാര്യം പറഞ്ഞു. ഓക്കെ, നമുക്കിവിടെ നോക്കുമ്പോൾ എന്തൊക്കെ കാണാം, സ്ട്രക്ചർ ഷിഫ്റ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി, ദെൻ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. ഓക്കെ, ദെൻ ആ ഒരു ഇവിടം വരെയുള്ള സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ നമ്മൾ എന്ത് വെക്കുന്നു, ഫിബ് വെക്കുന്നു. ഇതുപോലെ വെച്ചാൽ മതി, ഇതുപോലെ എൻട്രി എടുത്താൽ മതി. ഓക്കെ, നല്ല ബെറ്റർ എൻട്രികൾ കിട്ടും. ഓക്കെ, അതുകൊണ്ട് OTZ എന്ന് പറയുന്ന ഈ ഒരു എൻട്രി, ഓക്കെ, അതായത് ഒപ്റ്റിമൽ ട്രേഡിംഗ് സോണിൽ എൻട്രി എടുത്താൽ നമ്മൾ കുറച്ചുകൂടെ നമ്മൾ ഇരുന്ന് ആ ചാർട്ട് അനലൈസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഫിബ് യൂസ് ചെയ്ത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ, അതായത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫർമേഷനൊന്നുമല്ല, ഒരു എൻട്രി എടുക്കാൻ 1-2 കൺസെപ്റ്റുകളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ചിലയിടങ്ങളിൽ, എല്ലായിടത്തും അങ്ങനെ കാണണം എന്നില്ല. അപ്പം ആ രീതിയിൽ കുറച്ചധികം കൺഫർമേഷനും കാര്യങ്ങളൊക്കെ എടുത്ത് എൻട്രി എടുക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ നമ്മളിപ്പം SMC ആണെങ്കിലും ICT ആണെങ്കിലും അതുപോലെ തന്നെ പ്രൈസ് ആക്ഷനും ചാറ്റ് പാറ്റേൺസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ BTCയിൽ, അതായത് BTCയിലൊക്കെ എൻട്രി എടുക്കുകയാണെങ്കിൽ അവിടെ കുറച്ചധികം ചാറ്റ് പാറ്റേൺസ് ഒക്കെ വർക്കാവുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നും കൂടി കൺഫർമേഷൻസും കാര്യങ്ങളൊക്കെ കിട്ടും, നല്ല എൻട്രികളൊക്കെ കിട്ടും. ഓക്കെ, അപ്പം ഈ രീതിയിൽ, അതായത് ഈ ഫിബിൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു, ഏതൊക്കെ ഫിബാണ്, എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം, ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ്, ഓരോ ലെവൽസിനും പ്രത്യേകതയുണ്ട്. 1ൻ്റെ കാര്യം പറയുവാണെങ്കിൽ നമുക്കിവിടെ 100% റീട്രേസ്മെൻറ്റ് ലെവലാണ്. ഇപ്പോൾ 0.0 എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫസ്റ്റ് ടാർഗറ്റാണ്. അതിന് മുകളിലോട്ട് വരുവാണെങ്കിൽ സെക്കൻഡ് ടാർഗറ്റാണ്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു റേഞ്ചിനിടയിൽ വരുമ്പോൾ അതൊരു OTZ ആണ്. അപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മളിവിടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതുപോലത്തുള്ള വിൻ റേറ്റ് കൂടിയ നല്ല എൻട്രി മോഡൽസുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ താങ്ക് യു.